അതിലധികമായി സന്തോഷമുണ്ട്. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമൂഹത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാം പൂർണ്ണമായും തള്ളി. നമ്മൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് മുഴുവനായിട്ടും ഏറ്റെടുത്തിട്ടുള്ളതാണ്. കോടതിയിൽ നേരത്തെ പരിഗണിച്ചു. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം പോൾ ബ്രാഡർ മർഡറാണ് എന്നുള്ളതടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെ ചെയ്തത്. നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. കാരണം അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് അത് പരിഗണിക്കണം എന്നാണ്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. DLS ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അയാൾക്ക് ഒരു പെട്ടെന്ന് ഒരു സുമുഹൂർത്തത്തിൽ അയാൾക്ക് റീമോഴ്സിന് ഒരു റിഗ്രറ്റിന് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളും ഞെട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ 15-ാം തീയതി അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 15-ാം തീയതി ഇവിടെ അയാൾ ഒന്നും പറയാത്ത ആൾ അതിനുശേഷം നമ്മൾ ഡെത്ത് പെനാൽറ്റി തന്നെ വേണം എന്ന് പറഞ്ഞ ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു വീണ്ടും വിചാരം വന്നത് എന്നുള്ളത്. അപ്പോൾ അത് കോടതി അത് കാര്യമായിട്ട് എടുത്തിരുന്നു. അതെല്ലാം അതിനാണ് കോടതി എൻ്റെ സൈക്കോളജിസ്റ്റിന് ബോർഡിൻ്റെ റിപ്പോർട്ട് തന്നെ ആവശ്യപ്പെട്ടത്. ആ ബോർഡിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അതിൽ ഇയാൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അല്ല, നമ്മളത് കോടതിയിൽ അത് പറഞ്ഞതുള്ളത് അയാൾ മിഡിൽ ഏജ്ഡ് പേഴ്സണാണ്, ഏബിൾഡ് ബോഡി പേഴ്സണാണ്, അയാൾക്ക് യാതൊരു അസുഖവും ഇല്ല എന്നുള്ളതാണ്. അതും നമ്മൾ കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ സാക്ഷി എങ്ങനെ അല്ല അത് നമ്മൾക്ക് അയാളുടെ ഗിരീഷിൻ്റെ മൊഴിയും ഒരു മാറിയതും ഒരു കള്ളത്തരമാണ്. അയാൾ യഥാർത്ഥ സംഭവം കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് വരുത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സാക്ഷ്യപരമായിട്ട് തെളിയില്ല. അയാൾ ക്രോസ് ചെയ്തിട്ട് കിട്ടിയതാണ് കാര്യങ്ങൾ. കാരണം 10:35 ആ സ്ത്രീ മരിച്ചത്, രണ്ടാമത് ലക്ഷ്മി എന്ന സ്ത്രീ മരിച്ചത്. ഇയാൾ പറയുന്നത് 11 മണിക്ക് ഞാൻ കാണുമ്പോൾ 11 മണിക്കാണ് ഞാൻ കാണുമ്പോൾ ബ്ലഡ് ചീറ്റടിക്കണമെന്നാണ് പറയുന്നത്. 10:35 മരിച്ച ഒരാളിനെ 11 മണിക്ക് ഇയാൾ കാണുന്നത് പറഞ്ഞത് തന്നെ അയാൾ കള്ളത്തരമാണ് പറയണതെന്നുള്ളത് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അത് അല്ലെങ്കിൽ അവരുടെ ഓട്ടോമാറ്റിക് ഡ്യൂട്ടിയാണ്, അവരുടെ റൈറ്റാണ്. അത് നമുക്ക് തടസ്സം പെടാൻ പറ്റില്ല. അല്ല, അതിനും അവിടെ ഉണ്ടല്ലോ പ്രോസിക്യൂട്ടർമാരുണ്ട്, കാര്യങ്ങൾ എല്ലാ തെളിവുകളും പോലീസ് ആൾക്കാർക്ക് നല്ല പോലീസ് ആൾക്കാരുടെ എല്ലാവരെയും നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നന്നായിട്ട് ഒരുപാട് നല്ല എഫക്റ്റാണ്. മെയിൻ ഒരു ടീമായിട്ടാണ് നടന്നത്. എൻ്റെ ലൈസനായാലും ജിനു ആയാലും ശരി, രമേശ് സാറായാലും ശരി, ബാക്കി എല്ലാ സാക്ഷികളും എല്ലാവരും എൻ്റെ ജൂനിയറായിട്ടുള്ള അനീഷയും എല്ലാവരും ഒന്നിച്ചേർന്നിട്ട് സാക്ഷികളെ അവരുടെ ഉദ്ദേശം അവരെ പഠിപ്പിക്കലല്ല, അവരെ പേടിയില്ലാതെ കോടതിക്ക് എത്തിക്കലാണ് വലിയ ബുദ്ധിമുട്ടായിരുന്നത്. കാരണം എല്ലാവരും പേടിച്ച് ഞങ്ങൾ വരണോ എന്നാണ് ഒരു ചോദ്യം. അത് പറഞ്ഞ് മനസ്സിലാക്കാനേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഈ കൊടുവാളിൽ നിന്ന് DNA ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞില്ല 3 പേരുടെ. അപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ അല്ല, കൊടുവാളിൽ നിന്ന് DNA അല്ല കണ്ടെത്തുന്നത്, കൊടുവാളിൽ നിന്ന് സെല്ലാണ് കണ്ടെത്തുന്നത്. അതായത് ഈ പിടിവലി ഒരു നടത്തുമ്പോൾ സ്റ്റെമ്പിൽ ഒരു സെല്ല് 3 ആളുടെയും ഇത് വന്നു, അത് സെൽസ് വന്നു. അത് വളരെ നിർണായകമായ സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പാണ് ഇത് ഇത്രയും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഒരു ഫാബ്രിക്കേഷന് ഒരു ചാൻസ് ഇല്ലാത്ത ഒരു സംഭവമാണ്. ഈ വധശിക്ഷ എപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഇത് അപ്പീൽ ഹൈക്കോടതി ഇതെല്ലാം വീണ്ടും പരിഗണിച്ചിട്ട് മാത്രമേ അയാളെ ഡെത്ത് സെൻറ്റൻസ് വിധേയമാക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അയാൾക്ക് സുപ്രീം കോടതിക്കും പോകാം. സമൂഹത്തിന് ശക്തമായ സന്ദേശം കൊടുക്കാൻ കഴിയും. തീർച്ചയായും അത് കോടതി അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഇത്ര കൊലപാതകം നടത്തിയിട്ട് വെറുതെ ഒരാൾ പോകാൻ പാടില്ല. അത് സമൂഹത്തിന് ഒരു റോങ് സിഗ്നലാണ് പോവുക. അതുകൊണ്ടാണ് ഇയാൾ ഹാങ് ചെയ്യണതെന്നുള്ളതടക്കം പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. അവരിവിടെ ഉണ്ട്, അവർ വിധി കേട്ടിട്ടുണ്ട്. അവർക്ക് ആദ്യത്തെ കുട്ടിക്ക് ജോലി അടക്കം സർക്കാർ സ്ഥിരപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും വിധിയിലുണ്ട്. അതും വിധിയിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇയാൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ
ഏതെങ്കിലും അതോറിറ്റി, അതായത് ഗവൺമെൻറ്റോ കോടതിയോ പരോൾ കൊടുക്കുകയാണെങ്കിൽ അടക്കം അതിന് എല്ലാ വിറ്റ്നസിനും സെക്യൂരിറ്റി കൊടുത്ത് മാത്രമേ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വിധി. ചാൻസ് ഇങ്ങനത്തുള്ള ചാൻസ് കോടതിയിലൊന്നും വരാളൊന്നും കൊടുക്കില്ല. സ്വാഭാവികമായിട്ട് ഏത് സർക്കാരും ചെയ്യാത്ത പണിയാണ് എൻ്റെ അറിവിൽ. ആദ്യത്തെ കുട്ടി സർക്കാർ ജോലി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.